ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങും. ഓക്കെ, ബാക്കി എണീച്ചിട്ട് ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഡേ 16 ഞാൻ ഭയങ്കര വാശി പിടിച്ച് പോയാണ് ഇന്നലെ ഓടാന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ നല്ല ലേറ്റായി ഇറങ്ങാൻ. പോരാത്തതിന് നല്ല ഹ്യൂമിഡിറ്റി വിത്ത് നല്ല ചൂട്. ഇതൊന്നുമല്ല കാരണം, നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് നല്ല ടഫ് ദിവസമായിരുന്നു, നല്ല പണിയുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം നടന്നിട്ട് കാലിൻ്റെ ഉപ്പാടാണ് കേൾക്കുന്നത്. ഇന്ന് ഓടി കഴിഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ കളിക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടും കൂടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്ടം ഇന്നത്തെ ഒന്ന് ക്യാൻസലാക്കിയിട്ടുണ്ട് ഗൈസ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അതിനുള്ള എനർജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 2 എഗ്ഗ് എടുത്തിട്ട് ഉണ്ടാക്കി തിന്നുന്നുണ്ട്. എനിക്ക് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കാൻ പോലും വയ്യ. അതുണ്ടാക്കി കഴിക്കാൻ വിശപ്പൊന്നുമില്ല, പക്ഷേ അതുണ്ടാക്കി കഴിക്കാനുള്ള ആവത് പോലും ഇല്ല. ഗൈസ് എന്നോട് ക്ഷമിക്കണം, ഞാൻ എത്രയും പെട്ടെന്ന് ബെഡിൽ വീഴുന്നതാണ്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാ എണീച്ചിട്ട് നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ, പക്ഷേ ഗീന കഴിക്കാണ്ടിരിക്കില്ല കേട്ടോ. ഗീ വെച്ചിട്ട് നമുക്ക് കോഴിമുട്ട 2 സെറ്റാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഇത്. ബാക്കി ഞാൻ എണീച്ചിട്ട് എനിക്ക് വയ്യ. എനിക്ക് കോഴിമുട്ട ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ വീഡിയോയിൽ, പക്ഷേ വയ്യ, തീരെ വയ്യ. എങ്ങനെയാലും ഒന്ന് കിടന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ പോലെ. കാലം നല്ല വേദനയുണ്ട് നടന്നിട്ട്, തീരെ റെസ്റ്റ് ഉണ്ടാകുന്നില്ല. സോ ഗൈസ്, താങ്ക് യു. ഓക്കെ, ഞാൻ കോഴിമുട്ട വയ്ക്കാൻ കാണിച്ചു തരാം. ഇന്നൊരു ഓംലേറ്റുള്ള പരിപാടിയാണ്. ഓംലെറ്റ് അല്ല ഓക്കെ, നമ്മളെ പുൾസൈ. ഓക്കെ, പുൾസൈ ആണെന്ന് വിചാരിക്കും, ഡബിൾ പുൾസൈ. ഇതാണ് ഇന്നത്തെ പ്രോട്ടീൻ കയറാൻ പോണത്. ഇന്നത്തെ എനർജി മൊത്തം ഈ ഒരു ഇരുമലാണ് കിടക്കുന്നത് കേട്ടോ ഗൈസ്. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പറും അതുപോലെ സോൾട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാം കേട്ടോ. സോൾട്ട് ജസ്റ്റ് ഇങ്ങനെ തളിക്കുക ചെറുതായിട്ട്. ഓക്കെ, അതുപോലെ പെപ്പർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുടയുക, ഒരു എരിവിന്, ചോയ വ്യത്യാസത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങും. ഓക്കെ, ബാക്കി എണീച്ചിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് നമുക്ക് സെറ്റാക്കാം. പിന്നെ ഒന്ന് കുറേ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഹായ് ഗായ്സ്, എന്താണ് വിശേഷം? ഡേ 16 നല്ല ഉറക്കമുറങ്ങി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ ഒരു 9:30 ആകുമ്പോൾ കിടക്കണതാ. കിടന്നിട്ട് ഇതാ ഒരു 4:30-5 മണിയായി എണീക്കുമ്പോൾ. അത് കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് ഉണ്ടാക്കാനൊന്നും നിന്നില്ല, മടി പിടിച്ച്. എന്നുവെച്ചാൽ വീട്ടിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ സാധനങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യണം. ഫുൾ സാധനങ്ങൾ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളുണ്ട്. പിന്നെ അത് പോരാണ്ട് വേറെന്താ, അത് പോരാണ്ട് കളിക്കാൻ പോകണം. പിന്നെ കളിക്കാൻ നേരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിറ്റൊക്കെ എടുത്തിട്ട് കണ്ടോ, കിറ്റ് എടുത്ത് ബാക്കിൽ വെച്ചു. ഡ്രസ്സ് ഇടാനുള്ളത് എടുത്തിട്ട് കൈ വെച്ചു. അങ്ങനെ നേരെ കളിയും കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. വന്നിട്ട് ഫുഡ് കഴിക്കും ഇൻഷാ അല്ലാ. പക്ഷേ ഇപ്പോൾ നമ്മൾ നെസ്റ്റോളിക്കാണ് പോകണം. നെസ്റ്റോളിൽ എവിടേക്കെങ്കിലും പോകും, അവിടുന്ന് വല്ല വെജിറ്റബിൾസ് മേടിച്ച് കഴിക്കണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്തിട്ട് നല്ല അടി അടിക്കണം. മീൻസ് എനിക്ക് അങ്ങനത്തെ പോയി കഴിഞ്ഞാൽ ഈ സലാഡ് ഐറ്റംസ് കിട്ടും നമുക്ക്. അങ്ങനത്തെ ഐറ്റംസ് നല്ല അടി അടിക്കാൻ പറ്റും. എത്ര എന്നാലും കുഴപ്പമില്ലല്ലോ, ബോഡിക്ക് ഓക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കഴിച്ചിട്ട് വയറ് ഫുള്ളാക്കണം ഇൻഷാ അല്ലാ. പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് വിചാരിക്കണം. ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയാണ് കേട്ടോ തടി കുറയുന്നുള്ളതിൽ ഒരു എന്താ പറയുക, ഒരു സംശയം വേണ്ട. വേറെ ചിന്തകളിലേക്ക് പോവുകയാണ്. കാരണം എന്തൊക്കെ പ്ലാനിങ് ഉണ്ട്, കുറേ പ്ലാനിങ്ങുകളിൽ കളിക്കാൻ പോകണം, കളി കഴിഞ്ഞ് ഓടാൻ പോകണം, അതൊക്കെ കഴിഞ്ഞ് വരണം. പിന്നെ എന്തൊക്കെ മേടിക്കാനുള്ളത് മനസ്സിലുണ്ട്. പിന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല, വീട്ടിലേക്ക് വിളിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഡേ 16 നമുക്ക് നല്ലൊരു എന്താ പറയുക, ഫുഡ് കഴിക്കാത്തൊരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കും, ഞാൻ കാണിച്ചു തരാം. പക്ഷേ നല്ല ഇഷ്ടത്താവും കഴിക്കുന്നത് എന്നുള്ളൂ. എന്തായാലും ഫുഡ് പോയി ഞാൻ മേടിക്കാൻ പോകണം. ഇപ്പോൾ കഴിക്കാനുള്ള മേടിക്കും. ഞാൻ കുറച്ച് പെങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെങ്ങളെന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവൾ കഴിക്കാറുണ്ട് പറഞ്ഞിട്ട് അതൊന്ന് കഴിച്ച് നോക്കുക പറഞ്ഞിട്ട്, നല്ല ടേസ്റ്റ് പറഞ്ഞിട്ട്. അവക്കാഡോ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബ്രൗൺ ബ്രെഡ് മറ്റേ ഇതിൻ്റെ മൾട്ടിഗ്രെയിൻ്റെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവകാഡോയിൽ എന്തോ അതായത് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഉള്ളി പറ്റുന്നതിൻ്റെ ഉള്ളി അങ്ങനെ അരിഞ്ഞിട്ടിട്ട് സെറ്റാക്കിയിട്ട്, പിന്നെ ഓംലെറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബുൾസൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അതും കൂടിയിട്ട് മിക്സാക്കിയില്ല, അതും ഒരു പീസ് ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസ് വെച്ചിട്ട് ഒരു സ്ലൈസ് ആക്കി വെച്ചിട്ട് 2 ബ്രെഡും കൂട്ടിയിട്ട് കഴിച്ച് നോക്കും, നല്ല ടേസ്റ്റ് ആണ്. അവൾ കഴിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ അത് നമുക്ക് ഡേ 17 ആക്കാം. ഇന്നിപ്പോൾ ഏകദേശം വയറ് ഫുള്ളാവും എന്ന് വിചാരിക്കണം ഞാൻ അപ്പോൾ പോയി കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു ഗായ്സ്, ബൈ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 16 ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവിടെ ലുലുവിൻ്റെ അതേപോലത്തെ സംഭവങ്ങളൊന്നുമില്ല.
ലുലുവിൽ കുറച്ചധികം സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അത്ര കണ്ടില്ല, എന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ മേടിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് കുറച്ച് ഈ സലാഡ് മേടിച്ചു, ഒരു സ്പൈസി സലാഡ് മേടിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് കുറച്ച്, അത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ കഴിച്ചിട്ട് നേരെ എന്താ പറയുക ഇവിടേക്ക് പോകണം, കളിക്കാൻ പോകണം. പിന്നെ ഇതൊക്കെ ഇന്ന് കുറച്ച് പൈസ ആയി എന്തായാലും. ഇതൊരു അവിടെ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു ജ്യൂസിൻ്റെ ഒരു മെഷീനുണ്ട്, ഓറഞ്ച് ഡയറക്റ്റ് സ്ക്വീസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു മെഷീൻ, അതിൽ നിന്ന് എടുത്ത ജ്യൂസാണ് കേട്ടോ. അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ അതിനൊക്കെ, നല്ല വില ഉണ്ട്. നമുക്ക് പുറത്ത് വീട്ടിൽ നിന്ന് പോയിട്ട് ഉണ്ടാക്കിയാലും മതിയായിരുന്നു, പക്ഷേ ഇന്ന് നേരെ വൈകിയ കാരണമാണ്. പിന്നെ ഒരു ബ്രൗൺ ബ്രെഡിൻ്റെ ഒരു എഗ് സാൻഡ്വിച്ച്, എഗ് വിത്ത് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച്. ഇതിൽ കുറച്ച് ഇതും കഴിക്കും, കുറച്ച് സാൻഡ്വിച്ചും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും. സലാഡ് ഞാൻ വീട്ടിൽ പോയിട്ട് കഴിക്കോളൂ. പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി വല്ല എമ്പക്കെട്ടിട്ടൊക്കെ സീനാവും കളിക്കുമ്പോൾ. പിന്നെ കുറച്ച് ജ്യൂസും കുടിച്ചിട്ട് കളിക്കാൻ പോകണം. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. എന്തൊക്കെ മേടിച്ചെന്നുള്ളത്, കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് നല്ല പൈസ അയക്കണം. ഇന്ന് കുറച്ച് വിലയുള്ള ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. കാരണം എല്ലാ സാധനങ്ങളും കഴിഞ്ഞിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല അവിടെ. ഈവൻ ഒരു പൊട്ടാറ്റോ പോലും ഇല്ല. ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ കേടൊന്നുണ്ടായിരുന്നു, മേടിച്ചാൽ കുറച്ച് ബാക്കി ആയിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറേ ഫുഡൊക്കെ കഴിക്കാൻ പറ്റാണ്ടും അങ്ങനെ നേരം പറ്റാണ്ടും അങ്ങനെ ആയിട്ട് ആകെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഇനി പുതിയ ഐറ്റംസ് വെക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാ ഇനി കളിക്കാൻ പോകണം. കളിക്കാൻ പോയിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഉള്ള വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ താങ്ക് യു. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്ന വീഡിയോ ഞാൻ ഇടില്ല, എനിക്ക് സമയമില്ല. കളിക്കാൻ പോകണം, കളി കഴിഞ്ഞ് ഓടാൻ പോകണം. ഇൻഷാ അല്ലാ നിങ്ങളുണ്ടാവില്ലേ, നമുക്ക് ഒരുമിച്ച് ഓടാം. ഓക്കെ, തടി കുറക്കണ്ടേ? ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ആഗ്രഹമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കളിയും തടി കുറക്കലും ഓടലും ഒക്കെ വേണം. അതൊരു വേറെ വൈബ് തന്നെയാണ്. അതിൻ്റെ കൂടെ പർച്ചേസും കുറച്ച് കാശൊക്കെ കളഞ്ഞാൽ തന്നെ അതിലൊരു രസമുള്ളൂ അല്ലേ. കാശ് കളയാണ്ട് ചെയ്യാട്ടാ. മീൻസ് ഇത് കാശ് അങ്ങനെ കളഞ്ഞിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മീൻസ് ഇന്ന് മേടിച്ചത് കുറച്ച് ഓവറായെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഞാനൊക്കെ റെഡിമെയ്ഡ് ഐറ്റംസ് മേടിച്ചുള്ളത്. ഫ്രൂട്ട്സ് എനിക്ക് ഫ്രൂട്ട്സ് വീട്ടിൽ പോയിട്ട് കട്ട് ചെയ്ത് വേറെ മേടിച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് തിന്നാലും മതി. ഇപ്പോൾ സാൻഡ്വിച്ച് അതും കട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയാലും മതിയായിരുന്നു. കളിയുള്ള ഒരൊറ്റ കാരണം കൊണ്ടായിട്ട്, അല്ലെങ്കിൽ കളി നേരം വഴുക്കും, പിന്നെ ഒക്കെ കൂടി നേരം വഴുക്കും, പിന്നെ ആകെ മടിയാവും. പിന്നെ ജ്യൂസും അതേപോലെ തന്നെ റോഡിൽ മേടിച്ചാന്ന് വെച്ചാൽ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. കൂടുതലും നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, കാരണം നല്ല പൈസയാണ്. അങ്ങനെ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ ബഡ്ജറ്റും കൂടിയും ഉഷാറാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മളെ ലൈഫ് ഹാപ്പി ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഗായ്സ്, ബൈ. ഓടിക്കഴിഞ്ഞ് കാണാം. ഹായ് ഗായ്സ്, അങ്ങനെ ഡേ 16 കളി കഴിഞ്ഞ് ഓടാൻ പോകാൻ വയ്യ ശരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കളി കളിച്ചിരിക്കണമെന്ന് ചത്തുണങ്ങിയിരിക്കണം. എനിക്കിങ്ങനെ എന്താ പറയുക വെള്ളം കിട്ടാണ്ടാവില്ല, വെള്ളം കുറവാകുന്നു ബോഡിയിൽ. 3 കളി അടുപ്പിച്ച് കളിച്ച്, നല്ല ടൈറ്റ് കളിയായിരുന്നു. അപ്പോൾ അത് കളിച്ചപ്പോൾ തന്നെ അത്യാവശ്യം വയ്യാണ്ടായിക്കണേ. പിന്നെ അപ്പം ഒന്ന് ഓടാൻ പോകില്ല, അന്ന് റെസ്റ്റാണ് ഫസ്റ്റ് ദിവസമായിട്ട്. പിന്നെ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന് സെറ്റാക്കണം. ഒരു പ്രോജക്റ്റൊക്കെ പോലെയാണ് ഇപ്പോൾ. ഡെയിലി എഡിറ്റ് ചെയ്ത് ഓരോ ദിവസത്തെ വീഡിയോ റെഡിയാക്കൽ, അറേഞ്ച് ചെയ്യൽ, ഷോർട്സ് റെഡിയാക്കൽ, ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ ക്യാപ്ഷൻ സബ് ടൈറ്റിൽ കൊടുക്കാനൊക്കെ പഠിച്ചിട്ട് അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, 2 സെക്കൻഡ് പരിപാടി തീരും. അതൊക്കെ ഇങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഡേ 16 ഇതോടെ ഒഴിവാക്കി. വയ്യാണ്ടായി ഗൈസ്. ഇനി കുറച്ച് എന്താ പറയുക വെള്ളം കുടിക്കാനുണ്ട് കുറച്ചല്ല. ഇതാ ജ്യൂസ് ഉണ്ട്, നേരത്തെ മേടിച്ചേ ജ്യൂസ് ഒരു തരി കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും തണിമത്തം മേടിച്ചിട്ടുണ്ട്, അത് ഒരു കയ്പ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ജ്യൂസിനൊക്കെ. അപ്പോൾ തണ്ണിമത്തം കഴിക്കണം. ഇന്ന് രാത്രി വേറെ ഒന്നുമില്ല, അതോടെ ഒഴിവാക്കണം. ദെൻ അഗെയിൻ 16 hours കഴിഞ്ഞിട്ട് ബാക്കി ഫുഡ്. നാളെ ഓഫല്ലേ, കറക്റ്റ് പ്രോപ്പർ ആക്കാൻ പറ്റുന്നുണ്ടായിട്ടൊക്കെ. മറ്റേ 12-13 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരികയാണ്. അപ്പോൾ ഗൈസ് വീട്ടിൽ പോയിട്ട് ബാക്കി ഇൻഷാ അല്ലാ. താങ്ക് യു. ഹായ് ഗൈസ്, അപ്പോൾ സാധനങ്ങളൊക്കെ ഇത് മേടിച്ചു കൊടുക്കുന്നുണ്ട്. കളി കഴിഞ്ഞ് വന്ന് നേരെ സാധനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മെയിൻ സ്പോട്ടിലേക്ക് എത്തട്ടെ. ഓക്കെ, ഇതാണ് നമ്മളെ സ്പോട്ട്. ഇവിടെ വെച്ചിട്ട് നമ്മളെ തടി കുറക്കണം, എന്നാലേ ആ തടിക്കൊരു ഉറപ്പുണ്ടാവുള്ളൂ. കാരണം ഇവിടെ നിന്നാണല്ലോ അടിച്ച് മിന്നിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തന്നെ നമ്മൾ കുറക്കും. സാധനം വയ്യാണ്ടായിട്ട് ആടിക്കൊണ്ടിരിക്കുക. ഓക്കെ, കുറച്ച് വെള്ളം കുടിക്കട്ടെ, അപ്പോൾ സെറ്റാവും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗായ്സ്, എന്തൊക്കെ കൊടുക്കുന്നത് കാണിച്ചു തരാം. ബ്രെഡ് പറഞ്ഞില്ലേ, ഇപ്പം ഞങ്ങൾ ഒരു പരീക്ഷണത്തിന് അവഗാഡോൻ്റെ പരീക്ഷണം പറഞ്ഞിട്ട് ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ വക മേടിച്ചിട്ടാ ഫിഗ് മേടിച്ചിട്ടുണ്ട്, കുറച്ച് പിസ്ത മേടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പൊട്ടാറ്റോ, ദെൻ ഒരു തണ്ണിമത്തൻ. നമ്മൾ സ്പെഷ്യലി ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ. ഓക്കെ, അതേപോലെ പിന്നെ മേടിച്ചിട്ടുള്ളതെന്തോ കുറച്ച് ബ്രോക്കോളി മേടിച്ചിട്ടുണ്ട്. ഈ ബ്രോക്കോളി ഗ്യാസാന്ന് പറയുന്നുണ്ട്, നല്ല ഫുഡാണ്, ഡയറ്റിനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്, ഏറ്റവും അടിപൊളി ഫുഡാണെന്ന് പറയാം. പക്ഷേ ഗ്യാസ് ആണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്, ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വരും. പിന്നെ ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് 2 മാങ്ങ മേടിച്ചിട്ടുണ്ട്. ഏതിൻ്റെ മാങ്ങ അറിയോ? യമൻ്റെ മാങ്ങ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്ഥിരം സാധനം ആപ്പിള്. അതേപോലെ ഇതാണ് അവഗാഡോ. ഇത് നമ്മൾ ഈ മൾട്ടിഗ്രെയിൻ ബ്രെഡിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടാക്കി തിന്നും ചോള. പിന്നെ കുറച്ച് കുക്കുംബർ, ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ട്രേ എഗ്ഗ് എടുത്തിട്ടുണ്ടെന്ന്, മറ്റേ ട്രേ
ഒരെണ്ണം ബാക്കിയുള്ളൂ. ആ ട്രേ കഴിഞ്ഞു. നെക്സ്റ്റ് ട്രേ ഇറക്കി. എഗ്ഗ് നമ്മളെ മെയിൻ പ്രോട്ടീനാണ്. എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത സാധനങ്ങൾ ഇതിലൊക്കെ കുറച്ച് തരികിട സാധനങ്ങളുണ്ട്. ഇത് പംകിൻ സീഡാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊണ്ടുള്ള ടൈപ്പ് വേർത്ത് പിടിക്കുന്നത് തൊണ്ടുള്ള ടൈപ്പാണ് മേടിച്ചത്. അപ്പോൾ ഇത് ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ടൈപ്പ് മേടിക്കാൻ കിട്ടി. പിന്നെ ഇതാ ചപ്പാത്തി പൊറാട്ട. ഇപ്രാവശ്യം ഒരെണ്ണം നെല്ലറുടെയും ഒരെണ്ണം ഐഡിയുടെയും മേടിച്ച്. ഐഡി കുറച്ച് അധികം ഉണ്ട്, വില ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ വില തന്നെ ഉള്ളൂ. ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഒരു അവൾ പറഞ്ഞ ബ്രെഡ് ബട്ടറിലിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ അമൂലിൻ്റെ നമ്മുടെ നാട്ടിലത്തെ ഓർമ്മ വരും. അമൂലിൻ്റെ ബട്ടർ, ഇത് ഇന്ത്യൻ മെയ്ഡാണ്, പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ പാണ്ടയുടെ ഇത് മറ്റേതാണ്, എന്താ പറയുക, ചീസ് പോലത്തെ സാധനമല്ലേ, ഇങ്ങനെ ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പ് സാധനം, ഒരു ചീസിൻ്റെ കട്ട, അതിനെന്ത് പറയും നമുക്ക് കറക്റ്റ് അറിയില്ല പേര്. ആ സാധനം കേട്ടോ. ഓക്കെ, അത് 2 കഴിക്കാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ പാല് ഒരെണ്ണം ലോ ഫാറ്റ് മേടിച്ചു. ഇത് രണ്ടും വലിയ കുഴപ്പം, ഏത് മേടിച്ചാലും വലിയ സീനില്ല, ബോഡിക്ക് അങ്ങനെ എഫക്റ്റീവ് ഇല്ല എന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ പാല് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ തൈര് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മെയിൻ പ്രോട്ടീൻസാണ്. പിന്നെ ഇപ്രാവശ്യം വെണ്ടക്ക മേടിച്ചിട്ടുണ്ട്. ഇതും ചപ്പാത്തിയും കൂടി ഒരു അടി ഉണ്ട് നമുക്ക് ഇപ്രാവശ്യം ഇൻഷാല്ലാ. പിന്നെ ചീര മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ പർച്ചേസ്. സോ ബാക്കി പിന്നെ അപ്പോൾ ചക്രവത്തെ കുറിച്ചിട്ട് ബാക്കി ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഗായ്സ് തണ്ണിമത്തൻ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇതാണ്. എങ്ങനെ ഉണ്ടാണാവോ, ഇപ്രാവശ്യം തൂറ്റിപ്പോയി എന്ന് തോന്നുന്നത്. തൊണ്ടിട്ട് വലിയ സുഖമില്ല, കണ്ടില്ല ഗായ്സ്, തോന്നുന്നത് വലിയ മധുരമില്ല എന്നാണ് കേട്ടോ. ഉള്ളവർക്കറിയാം, ഇപ്രാവശ്യം പോയി. മധുരമുണ്ട്. എന്താ ഈ ഒരു പോർഷന് സീനുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു പോർഷൻ അവിടെ സീനായിട്ടുണ്ട്. മറ്റേ വലിയ ടൈപ്പ് മേടിക്കാൻ നല്ലത്. ഇത് വേറെ ടൈപ്പാണ്, ഇറാൻ്റെ തോന്നുന്നത്. മോശമായി, മധുരമുണ്ട്, കുഴപ്പമില്ല, കഴിക്കാം, അല്ലാണ്ട് എന്താ ചെയ്യുക. വലിയ സുഖമില്ല, മധുരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റാണ് പോയി ചക്കരമത്ത് മേടിച്ചതിൻ്റെ. മറ്റേ മേടിച്ചാൽ മതി, കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച്. പക്ഷേ എന്താ ചെയ്യുക കൂട്ടരെ, കുഴപ്പമില്ല ഗൈസ്, നമ്മൾ എന്തിട്ടാലും എൻജോയ് ചെയ്യും, അത്ര തന്നെ. നമ്മൾ വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കാമല്ലോ അല്ലേ, ചക്കരമത്ത് ഇനിയും മേടിക്കാം. പിന്നെ ഇത് കളയാനുള്ള പീസ് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഇനി നമ്മളെ മറ്റേ സലാഡ് മേടിച്ചിട്ടുണ്ട്. ആ ഒരു സ്പൈസി സലാഡ് ഞാൻ കാണിച്ചെന്ന് ഓർമ്മ. എനിക്ക് ആ സലാഡും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ വയറ് നിറയും. ഇത് നാളെ കഴിക്കാം. കാരണം ഇപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ ഓൾമോസ്റ്റ് ആ ജ്യൂസും വയറ് ഫുള്ളായിരിക്കണം. കുറേ ഫ്രൂട്ട്സ് നേരത്തെ കഴിച്ചല്ലോ. അപ്പോൾ ഗൈസ് അത് മതി. ആ സ്പൈസി സലാഡും കൂടി ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയി ഗൈസ്. അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്നാ സാധനം, ഇതിലെന്തൊക്കെ ഉള്ളതെന്ന് അറിയില്ല, പക്ഷേ നമ്മളിത് കഴിക്കും. കാരണം ഇതൊക്കെ എന്തെങ്കിലും എരിവുകൾ കഴിക്കാൻ തോന്നിയിട്ട് മേടിച്ചതാണ്. ഇതെന്തോ ഇതിൽ മറ്റേതൊക്കെ സോസേജ് പോലെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടപ്പോൾ എടുത്തിട്ടതാണ്. കുഴപ്പമില്ല, നിങ്ങൾ നോക്കട്ടെ. സ്പൈസി മഷ്റൂമൊക്കെ ഉണ്ടോന്നു. ഉള്ളി അയച്ചോട്ടാ ഗൈസ്, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തണ്ണിമത്തൻ അടിക്കാം. അത് കഴിഞ്ഞ് ഡേ 16 ഇവിടെ അവസാനിക്കാണ്. അടിപൊളി. അപ്പോൾ താങ്ക് യു. അപ്പോൾ തന്നെ ഇന്നത്തെ നൈറ്റ് ഫുഡ് ഇതോടുകൂടി നമ്മൾ നിർത്താൻ പോണ്. സോ ഡേ 16 ഇവിടെ കഴിയാണ്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു, ബൈ ബൈ.